ഹലോ ഗൈസ്, നമ്മൾ രാവിലെ അടുക്കളയിലോട്ട് വന്നപ്പം പാല് കുടിക്കാനായിട്ട് 2 പേര് വെയിറ്റിങ്ങിലാണ്. 2 പേർക്കും ഇച്ചിരി ഇളം ചൂടോടുകൂടി ഈ പാലെടുത്ത് കൊടുക്കുവാണ്. 2 പേരും ആങ്ങളെയും പെങ്ങളുമാണ് ഗൈസ്. ഇത് 2 പേരും മത്സരിച്ചാണ് പാലിൽ കുടിക്കാനായിട്ട്. ചിലപ്പോൾ അടിയായിരിക്കും. നാത്തുൻ രാവിലെ മുറ്റം തൂക്കുന്നു. നല്ല വെട്ടിയ നല്ല ഫ്രഷ് ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ആങ്ങള കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നമുക്കിന്ന് ദോശയ്ക്ക് കറിയാക്കാമെന്ന് ഓർത്തു. നല്ല പുളിയൊക്കെ ഇട്ട്. അപ്പം രാവിലത്തെ കാപ്പിക്കും ആകും, ഉച്ചത്തെ ചോറിനും ആകും, വൈകിട്ടത്തെ അത്താഴത്തിനും ആകും. നമുക്ക് നല്ലപോലെ ഇതിനകത്ത് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 വട്ടം കഴുകണേ. അതിൻ്റെ ആ അഴുക്കും ഇതുമെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു ചട്ടി വെക്കുക. 1 സ്പൂൺ മുളക് പൊടി, നമുക്കൊരാവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ്, എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒരു മസാല പരുവത്തിൽ ഇളക്കണം. നല്ലപോലെ ഇളക്കി അപ്പം ഈ ഒരു പരുവാകും. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനെടുത്തിട്ട് ആ മസാലയെല്ലാം നല്ലപോലെ പിടിക്കാനായിട്ടാണ് മീനെ. അപ്പോൾ നമ്മൾ ഈ കറി വെക്കുമ്പോഴത്തേനും മീൻ ചില കറിക്കകത്ത് വെളുത്തിരിക്കത്തില്ല മീൻ. അത് മസാലയൊന്നും മീനിൽ പിടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും മീനിൽ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് നല്ലതായിരിക്കും കറി. തേച്ച് മാറ്റി വെക്കും. നമുക്ക് 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആ ഇടികല്ലിൽ ഒന്ന് ചതച്ചെടുക്കാവേ. മീൻകറി വെക്കാനായിട്ട് ഞാനൊരു മുഴുത്തൊരു ചട്ടിയാണ് എടുത്തേക്കുന്നത്. ആ ചട്ടി ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ആ ചൂടായ എണ്ണയിലേക്ക്. അതൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് മീൻകറിക്ക് ആവശ്യമായ ഉലുവായും ഇട്ട് കൊടുക്കാം. ഉലുവായി ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണം ഒന്ന് മാറി വരണ്ട് വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കി ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഒന്ന് നല്ല പോലെ നമുക്ക് വരട്ടിയെടുക്കാവേ. വരട്ടിയെടുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ല പോലെ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ മസാലയെ. അതൊന്ന് നല്ല പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി അത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാവേ. തിളച്ച് വന്ന മസാലയിലേക്ക് നമുക്ക് കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കി വെക്കാവേ. ഒന്ന് തിളപ്പിക്കണേ. തിളച്ച ഈ മീൻ കറിയിലേക്ക് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ. ആ മീൻ കഷ്ണം എല്ലാം കൂടി നമുക്ക് പറക്കി തിളച്ച മസാലയിലേക്ക് ഇടാവേ. നമ്മൾ മസാല ചേർക്കാൻ നേരം നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടത് നമ്മൾ മീനിനകത്ത് മസാല തേച്ചുകൊണ്ടാണ് നമ്മൾ മസാലയ്ക്കകത്ത് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടതേ. നമ്മൾ മീനെല്ലാം ഇട്ടു. ലാസ്റ്റ് വന്ന ആ മസാല എല്ലാം കൂടെ നമ്മൾ ആ മീൻ കറിക്കകത്തോട്ട് ഒഴിക്കുവാണേ.
മീൻ കറിക്കകത്തോട്ട് ഒഴിച്ച് ഇത് നമ്മളിനിയും കുറച്ച് നേരം നമ്മളൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാവേ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ കറിക്കകത്തോട്ട് കുറച്ച് കരിയാപ്പില ഒന്ന് വറുത്തിടാം. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കരിയാപ്പില ഇട്ടു, ഒന്ന് മുരിച്ചെടുക്കാവേ. അപ്പം നമ്മുടെ കരിയാപ്പില നല്ലപോലെ ഇതായിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മീൻ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പച്ച കരിയാപ്പില ഒന്ന് മണ്ടയിൽ കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാവേ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം. നമ്മുടെ ദോശയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പം നമ്മൾ ദോശയും മീനും കഴിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.